ഗുഡ് ഈവനിങ്. എല്ലാവരെയും റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് ഉണ്ടാക്കാണ്. ഒരു വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ ഒരു ബ്രെഡും വെച്ചിട്ട് വളരെ രുചികരമായ സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 മുട്ട പൊട്ടിച്ച് വെച്ചേക്കാണ്. ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു വലിയ സവാള ചെറുതപ്പൊടിയായിട്ട് എരിഞ്ഞേക്കണതാണ്. ചെറുതാണെങ്കിൽ 2 അരിയാട്ട, 3 പച്ചമുളകും 2-3 വേപ്പിലയും, 2 തക്കാളി പൊടിയായിട്ട് ഇത്രയും മുളക് പൊടി കുറച്ചിടണുള്ളൂ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ഞാൻ മുട്ട മിക്സ് ചെയ്ത് വെച്ചേക്കണം. ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ച് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അത് ഞാൻ ഈ കൂട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതെല്ലാം തന്നെ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഇതൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. ഞാൻ ഇത് ബണ്ണാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ ബ്രെഡ് മതി. ഇത് ബണ്ണ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇത് ചെയ്യണതാണ്. ഇത് ഓരോ പീസ് വെച്ച് കൊടുക്കണം. ഇത് ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മീതേക്ക് ഇത്തിരി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സോയാ സോസാണ്. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല, അതുകൊണ്ട് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കുക, അല്ലെങ്കിൽ ചീസോ അല്ലെങ്കിൽ മയോണൈസോ ഒഴിക്കുക. ഞാനത് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരു വശം വെന്ത് വരട്ടെ. ഞാനിത് ആയിട്ടുണ്ട്. ഇതൊരു പാത്രം വെച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ തന്നെ പതുക്കെ ഇങ്ങനെ ഈ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വശം കൂടി ഒന്ന് മരിഞ്ഞ് വരട്ടെ. മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള 4 മണി സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ മുറിച്ചൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള റൊട്ടിയും വെച്ചിട്ടുള്ള 4 മണി പലഹാരം. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും നന്ദി.